ഹലോ ഗായ്സ്, മാവൊക്കെ പൂത്തിട്ട് ചെറിയ ചെറിയ കണ്ണിമാങ്ങ പിടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് അച്ചാറിട്ട് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മമ്മിയും കുഞ്ഞാവയും കൂടി രാവിലെ അതിൻ്റെ പണിക്കിറങ്ങി. മമ്മിയും കുഞ്ഞാവയും കൂടി എനിക്ക് കാവലായിട്ട് താഴെ തന്നെ നിന്നു. ഞാൻ കയറി മാങ്ങ പറിച്ചു. എനിക്കിഷ്ടമായി ഇങ്ങനെയൊക്കെ മാങ്ങ പറിക്കാനായിട്ട്. മുകളിൽ കയറി നോക്കിയപ്പോഴാണെങ്കിലോ ഒരുപാട് താഴെ വീണ് ചീത്തായിട്ട് കിടക്കുന്നു. അങ്ങനെ ഗായ്സ് ഞാൻ നല്ല നോക്കി പെറുക്കിയെടുത്തും കൈ കിട്ടിയത് പറിച്ചു വെക്കി ഞാനെടുത്ത് താഴത്തേക്ക് ഇട്ടു. വാവയാണെങ്കിൽ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. അവളിങ്ങനെ പെറുക്കി പെറുക്കി കളിക്കുമായിരുന്നു. ഞാൻ പെറുക്കിയിടും, അവൾ പെറുക്കി കളയും. ഞാൻ പെറുക്കിയിടും, അവൾ പെറുക്കി കളയും. ഇതായിരുന്നു ഗൈസ് അവസ്ഥ. അങ്ങനെ ഗൈസ് എല്ലാം കൂടി ഒരു കിറ്റിൽ പെറുക്കിയിട്ടു ഞങ്ങൾ വാഷ് ചെയ്യാൻ ആരംഭിച്ചു. ഞാൻ ഒരുപാട് തവണ വാഷ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ചോന ആദ്യം കളഞ്ഞു. ആദ്യം അതിൻ്റെ മോൾഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ സെപ്പറേറ്റ് ഒന്നുകൂടി വാഷ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി വാഷ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കല്ലുപ്പ് നമ്മുടെ കരിച്ചട്ടിയിലോട്ട് അങ്ങോട്ട് ഇട്ടു മാങ്ങയും വിതറി അങ്ങോട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. അതങ്ങനെ കുട്ടപ്പനായിട്ട് ഒരു ദിവസം അങ്ങനെ അവിടെ കിടന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഗ്രേവി ഉണ്ടാക്കാൻ ആരംഭിച്ചു. ആദ്യം ഞങ്ങൾ ചെയ്തതെന്ന് പറയുമ്പോൾ കടുക് വറുത്തിട്ട് പൊടിച്ചെടുക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി വിട്ടു, പിന്നെ മുളക് പൊടി വിട്ടു, പാകത്തിന് നല്ലെണ്ണ ഒഴിച്ചു, പിന്നെ വിനാഗിരി ഒഴിച്ചു. കുട്ടിമാങ്ങയ്ക്ക് ഉപ്പിട്ടെന്നും പറഞ്ഞ് നമ്മുടെ ഗ്രേവിക്ക് ഉപ്പിടാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ലേശം ഉപ്പ് ഗ്രേവിയിൽ ഇട്ടു നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്തു. അങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി ഗായ്സ്. അതിനുശേഷം നമ്മുടെ മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. എൻ്റെ പൊന്നു ഗായ്സ്, ആ ടൈമിലും ഇത് പറയുമ്പോഴും എൻ്റെ വായിൽ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുക ഗായ്സ്. ഒരു രക്ഷയില്ല നമ്മുടെ മാങ്ങ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മാങ്ങ ചട്ടിയിൽ തന്നെ ഇരുന്നു. പിറ്റേ ദിവസം നല്ല വൃത്തിയാക്കിയ ഭരണിയിൽ അങ്ങോട്ട് ഇട്ടു. കുറച്ചെടുത്ത് നമ്മുടെ കൊതിനിച്ചാനും കൊതിച്ച് ചേച്ചിക്കും എടുത്ത് മാറ്റി വെച്ചു. ഒരു പീസ് എടുത്ത് ഞാനും അങ്ങോട്ട് കഴിച്ചു. ഒരു രക്ഷയില്ലായിരുന്നു ഗായ്സ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മാങ്ങ സീസണൊക്കെ അല്ലേ. അങ്ങോട്ട് പൊളിക്ക് ഗായ്സ്. ബൈ.